ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡ്രാമയുടെ പേരാണ് യു ആർ മൈ സോൾമേറ്റ്. മൈ യൂണിവേഴ്സിലെ ഒരു ഡ്രാമയാണിത്. അപ്പൊ നിങ്ങൾ ചോദിക്കും മൈ യൂണിവേഴ്സിൽ ഒരുപാട് ഡ്രാമ ഉണ്ടെന്ന്. ഒരുപാട് ഡ്രാമയുണ്ട്. അതിൽ ഏറ്റവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഡ്രാമയാണിത്. സോ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു പയ്യനാന്നുണ്ടെങ്കിൽ പഠിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവന്റെ പേരാണ് കോണ്. ഇവനാണ് നമ്മുടെ ഫസ്റ്റ് ഹീറോ. ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ആ ഒരു ചെറി തന്നെ ഇങ്ങനെ കിടക്കുകയാണ്, കണ്ണടച്ചുണ്ട്. അപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു പയ്യൻ വരുന്നുണ്ട്. ഈ ഒരു പയ്യന്റെ പേരാണ് ബുഡ്. ഇവന് നമ്മുടെ ബുഡ് ബുഡ് എന്ന് വിളിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ ഇവനെ ബുദ്ധ എന്ന് വിളിക്കാം. ഇവനാന്നുണ്ടെങ്കിൽ നമ്മുടെ കോണിന്റെ അടുത്തേക്ക് എന്നിട്ട് കോണയാന്നുണ്ടെങ്കിൽ കിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ തിരിച്ചും കിസ് ചെയ്യുന്നുണ്ട്. നോർമലി ഒരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള സീൻ കാണിച്ചുകൊണ്ടായിരിക്കത്തില്ല തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണല്ലോ പോകുന്നത്. പക്ഷെ നിങ്ങൾ സന്തോഷിക്കാൻ പറ്റേ, കാരണം നമ്മുടെ കോൺ കാണുന്ന സ്വപ്നമാണ് ഇതെല്ലാം. കോൺ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാണിക്കുന്ന നമ്മുടെ ബുദ്ധിനെയാണ്. ബുദ്ധാന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ ഫോൺ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഇപ്പൊ ഇവിടേക്ക് വന്നാ ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പെണ്ണിന്റെ പേര് എമ്മീന്നാണ്. ഈ ഒരു എമ്മിയാന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിന്റെ ഫ്രണ്ടാണ്. അവളാന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് മറിഞ്ഞിരിക്കുന്നത്, ഫാങ് എവിടേക്കൊന്നും വന്നിട്ടില്ല, നീ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുമ്പോഴേ ആരാ പറഞ്ഞത്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവൻ അവിടെ നിൽക്കുകയാണ് റോസും കൊണ്ടുവന്നൊക്കെ. അയ്യോ നീ പറഞ്ഞത് ശരിയാണ്, ഫാങ് ഇവിടെ തന്നെ ഉണ്ട്, ഇനിയിപ്പോ എന്തോ ചെയ്യും, നീ എന്തായാലും വീട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല, നിന്റെ ബാഗ് ഇവിടെ ഇരിക്കല്ലേ, നോക്കി ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ അതോ നിന്റെ വാലന്റൈൻസ് ഡേ ആണോ, അവനാന്നുണ്ടെങ്കിൽ പൂവും കൊണ്ടാ വന്നിരിക്കുന്നതെന്നൊക്കെ. ഇതേക്കും നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും, ഇവന്റെ അടുത്ത് രക്ഷപ്പെടാൻ എന്തോ ഒരു മാർഗം എന്നൊക്കെ. രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗ്ഗമില്ല, നിന്റെ അമ്മ പറഞ്ഞായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നീ 3 തവണ ആരെങ്കിലും കോയിൻസിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിന്റെ സോൾമേറ്റ് ആവുന്നു. ഇദ്ദേഹം നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടെൻഷൻ ഇട്ട് അയ്യോ എമി നീ അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് അവനെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഇവൻ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇവര് പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാന്നുണ്ടെങ്കിൽ നമ്മുടെ എമിയുടെ അടുത്തേക്ക് ഫാങ് വരികയാണ്. ഫാങ് ആണെന്നുണ്ടെങ്കിൽ വന്നപാടെ തന്നെ എമി എവിടെ ബുദ്ധ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ ബുദ്ധനൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഫാങ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് പറയാൻ മനസ്സിലല്ലേ, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്ന് മയങ്ങി വീഴുന്നുണ്ട്. ഇല്ല ഞാൻ മയങ്ങി വീഴത്തില്ല, ഇതെന്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിനെ ഞാൻ ഒരിക്കലും ചതിക്കത്തില്ല, ഇല്ല ഞാൻ പറഞ്ഞു തരത്തില്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഫോൺ വഴി കേൾക്കുന്നുണ്ട്. എമി നീ ആ ഒരു ക്യാഷ് ഒന്നും വാങ്ങിക്കില്ലേ, നിന്റെ ഫ്രണ്ടിനെ നീ ചതിക്കൊന്നും ചെയ്യില്ലേ, അവൻ തരുന്നതിനേക്കാളും ഡബിൾ ഇരട്ടി ക്യാഷ് ഞാൻ തരാന്നൊക്കെ പറഞ്ഞുണ്ട്. ഇതേക്ക് എമിയാന്നുണ്ടെങ്കിൽ ഇല്ലടാ ഞാൻ നിന്നെ ചതിക്കത്തില്ല എന്നൊക്കെ. ഇതേക്ക് നമ്മുടെ ഫാങ്ങാന്നുണ്ടെങ്കിൽ ഓഹോ അങ്ങനെയാണ് കാര്യം, എന്നാ പിന്നെ ഞാൻ കുറച്ചുകൂടി ക്യാഷ് തരാന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ അയ്യോ ഇനിയിപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, സോറി ബുദ്ധ നീ എന്റെ അടുത്ത് ക്ഷമിക്കണം, നീ ഏത് വഴി വേണമെങ്കിലും ഓടിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവളാന്നുണ്ടെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തിട്ട് ആ ഒരു ക്യാഷ് ഒക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് അതാ നോക്കിയ ബുദ്ധ ആ വഴിക്ക് പോയിട്ടുണ്ടെന്ന് നമ്മുടെ ഫാങ്ങിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാണ്. ഇതേക്ക് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടുവാണ്. ഓടിയിട്ട് നേരെ ചെന്ന് നിൽക്കുന്നത് 2 പയ്യന്മാര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഒരു തൂണിന്റെ മറവി ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ടാന്നുണ്ടെങ്കിൽ എത്തി നോക്കുന്നുണ്ട് ഫാങ് ഇവിടേക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. എത്തി നോക്കുന്നത് വേറൊരു പയ്യന്റെ ചെസ്റ്റിലേക്ക് കൈവച്ചുകൊണ്ടാണ്. ആ ഒരു പയ്യൻ വേറെ ആരുമില്ല, നമ്മുടെ കോണാണ്. ഇവനാന്നുണ്ടെങ്കിൽ കോണിനെ ശ്രദ്ധിക്കാതെയാണ് ചെസ്റ്റിലേക്ക് കൈവച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ പരസ്പരം രണ്ടുപേരും നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവര് പരസ്പരം ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന കാണുമ്പോഴും നോക്കാന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇദ്ദേഹം ബുദ്ധാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി പോവാണ്. പക്ഷെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ കണ്ണെടുക്കാതെ ബുദ്ധിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന ബുദ്ധിന്റെ അമ്മയാണ്. ബുദ്ധിന്റെ അമ്മ എന്ന് പറയുമ്പോഴേ ഈ ഫോർച്യൂൺ ടെല്ലർ എന്നൊക്കെ പറയത്തില്ലേ, ഈ ജ്യോതിഷം ഒക്കെ പറയുന്നത് അങ്ങനെ ഒരാളാണ് കേട്ടോ. അമ്മയുടെ ദേഹത്ത് അന്ന് കയറിയിട്ടുണ്ടായിരുന്ന ആള് കുറെ നിന്നിട്ടുള്ള ആളാണെന്നാണ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇടയ്ക്കൂടെ എന്നുണ്ടെങ്കിൽ ജാപ്പനീസ് സംസാരമൊക്കെ കയറി വരുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതോ ഇപ്പൊ കയറിയിട്ടുള്ള ആളെന്ന് പറയുന്നത് പകുതി ജാപ്പനീസ് ആണ്, അതുകൊണ്ട് അങ്ങനെയെന്നൊക്കെ. അങ്ങനെ ഈ ഒരു കസ്റ്റമേഴ്സ് അവിടെ നിന്ന് പോയ പാട് തന്നെ ബുദ്ധാന്നുണ്ടെങ്കിൽ അമ്മയെ വഴക്ക് പറയുന്നുണ്ട്. അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാനൊന്നും പാടില്ല, ഇങ്ങനെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ലാന്ന്. അതിന് അമ്മയാന്നുണ്ടെങ്കിലും ബുദ്ധിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തോ പറയുന്നത്, ഞാൻ എല്ലാവരും പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കുകയാണെന്നോ, ഞാൻ അവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളിലെല്ലാം അവർ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, അതുകൊണ്ട് അവരെനിക്ക് ക്യാഷ് ഇടുന്നു, അല്ല ഞാൻ ആരെയും പറ്റിക്കുന്നൊന്നുമില്ല, പിന്നെ നീ അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു ക്യാഷ് കൊണ്ടാണ് നമ്മൾ രണ്ടുപേരും കഴിഞ്ഞു പോകുന്നതെന്നൊക്കെ. ഇതേക്കുന്ന ബുദ്ധിനും ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് ആ ഒരു ക്യാഷ് ഒന്നും വേണ്ട, എനിക്കറിയാൻ തന്നെ ക്യാഷ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതേക്കുന്ന അമ്മയാന്നുണ്ടെങ്കിൽ ആ മോനെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നീ എന്തായാലും വളർന്നില്ലേ, നീ ഇപ്പൊ സ്വന്തമായിട്ട് ക്യാഷ് ഒക്കെ ഉണ്ടാക്കാറായി, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ ആ ഓക്കെ അമ്മ എനിക്കറിയാം എന്ത് ചെയ്യാണെന്നൊക്കെ. പക്ഷെ നമ്മുടെ അമ്മയാന്നുണ്ടെങ്കിലും ബുദ്ധിനൊരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. മോനെ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഒരു കാര്യമുണ്ട്, 5 എന്ന് പറഞ്ഞ നമ്പർ നിന്റെ ബാഡ് നമ്പർ ആണ്, എപ്പോഴും ആ ഒരു നമ്പറിന്റെ അടുത്തേക്കേ പോകാൻ പാടില്ല എന്നൊക്കെ. ഇതേക്കുന്ന ബുദ്ധിനാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ദേഷ്യം വന്നിട്ട് അമ്മ ഈ പരിപാടി നിർത്താനേ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റുവാണ്. നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ എമ്മിയും വന്നിട്ടുണ്ട്. അപ്പൊ എമ്മി എടുത്തിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്നത് വേറൊന്നല്ല, നമ്മുടെ കോണയാന്നുണ്ടെങ്കിൽ കോളേജ് വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇവര് രണ്ടുപേരെ ഫസ്റ്റ് മീറ്റിംഗ് ആണത്. അപ്പൊ അവനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ എമ്മി എടുത്ത് ചോദിക്കുന്നുണ്ട്, എമ്മി ഞാൻ ഒരു പയ്യനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പയ്യന്റെ പേരെന്താന്നൊക്കെ. ഓ ആ ഒരു പയ്യനാണോ, ആ ഒരു പയ്യന്റെ പേര് കോണെന്നാണ്, നമ്മുടെ കോളേജിൽ ഫേമസ് ആയിട്ടുള്ള പയ്യനാണ്, എന്ത് പറ്റി നീ ഇപ്പൊ അവന്റെ കാര്യം ചോദിക്കാനെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ
ബുദ്ധ് എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് അവനെ പറ്റിയിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ. നമ്മുടെ എമ്മിയാന്നുണ്ടെങ്കിൽ അതിനൊരു ചാൻസും ഇല്ലടാ, നീ അങ്ങോട്ടേക്ക് നോക്കിയേ വേണ്ട. ഒരു ദിവസം തന്നെ അവന്റെ പറയില് 100 പേര് നടക്കും, ആ 100 പേര് ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത്. അപ്പൊ പിന്നെ നിന്റെ കാര്യം എന്താവുന്നൊക്കെ ചോദിച്ചോണ്ട് ഇതേക്കുന്ന കോണാന്നുണ്ടെങ്കിൽ നീ എന്തൊരു ദുഷ്ടതയാണ്, നീ എന്റെ ഫ്രണ്ട് തന്നെയല്ലേ, എന്നെ എൻകറേജ് ചെയ്യുന്നതിന് പകരം നീ എന്തൊക്കെ പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചോണ്ട് ഇവനാന്നുണ്ടെങ്കിൽ നമ്മുടെ എമ്മിയുടെ തല പിടിച്ചിട്ട് ടേബിളിലേക്ക് ഇടിക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു സമയത്താണെങ്കിൽ ടേബിൾ നമ്പർ 5 ആള് വന്നിട്ടുണ്ടെന്ന് റെസ്റ്റോറന്റിലെ ഓണർ വിളിച്ച് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ആകപ്പാടും ഞെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം നമ്മുടെ ബുദ്ധിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവന്റെ ഒരു ബാഡ് നമ്പറാണ് 5 എന്നുള്ളത്. ആ ഒരു സമയത്ത് അവിടേക്കാന്നുണ്ടെങ്കിൽ ഫാങ് വരുന്നുണ്ട്. ഫാങ്ങിനെ കണ്ടപാടെ തന്നെ ബുദ്ധാന്നുണ്ടെങ്കിൽ അകത്തേക്ക് അങ്ങ് ഓടി പോകുന്നുണ്ട്. കാരണം ഇവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 3 തവണ ആരെങ്കിലും കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അയാൾ ഇവന്റെ സോൾമേറ്റ് ആവുമെന്ന്. അപ്പൊ ഇവന് ഫാങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടിയുണ്ട്. ഇവിടെ നമ്മുടെ എമ്മിയാന്നുണ്ടെങ്കിൽ ഫാങ് കേൾക്കാൻ വേണ്ടി ഉറക്കെ എന്റെ അടുത്തിരുന്ന ആള് ബുദ്ധൊന്നും അല്ലായിരുന്നു, എന്റെ അടുത്തിരുന്ന വേറൊരു ഫ്രണ്ട് ആയിരുന്നു, അത് ആ ഒരു പയ്യനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടേക്കാന്നുണ്ടെങ്കിൽ കോൺ വരുന്നുണ്ട്. കോൺ വന്ന പടം തന്നെ മോക്കിനെയാണ് വിളിക്കുന്നത്. മോക്ക് നീ ഇത് എവിടെയാണ്, ഞാൻ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഞാൻ ബുദ്ധിനൊന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോക്ക് തിരിച്ചു പറയുന്നത് ഞാൻ ഉടനെ തന്നെ റെസ്റ്റോറന്റിലേക്ക് എത്തിക്കാം, നീ എന്തായാലും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട്. എന്നാ പിന്നെ ഓക്കെ, നീ ഇവിടെ വരുമ്പോഴേ എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റ് റൂമിൽ നോക്കിയാൽ മതി എന്ന് നമ്മുടെ കോൺ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് എമി ആണെങ്കിൽ ബുദ്ധിനെ വിളിക്കുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോ എന്തോ ചെയ്യണമെന്നൊക്കെ ചോദിച്ചോണ്ട്. എമിയാന്നുണ്ടെങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നു, അതായിരിക്കും നല്ലത്, ഇനി പുറത്തേക്ക് ഇറങ്ങിയൊന്നും വരണ്ടെന്നൊക്കെ. ആ ഒരു സമയത്ത് നമ്മുടെ എമിയുടെ ടേബിളിന്റെ അടുത്തേക്ക് ഫാങ് വരുന്നുണ്ട്. ഫാങ് വന്ന പാടെ തന്നെ എമി അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പോയി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ റെസ്റ്റ് റൂമിന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പോണേ. ആ ഒരു സമയത്ത് നമ്മുടെ കോണിന് മോക്കിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, ഇതേപോലെ അവന്റെ ഫ്രണ്ട് കുടിച്ച് ബോധം കെട്ട് കിടക്കുകയാണ്, അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ എന്തായാലും റെസ്റ്റോറന്റിലേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല, നീ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഇത് കാണാൻ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ തിരിച്ച് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ റെസ്റ്റ് റൂം ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് വരുമ്പോ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ കോണിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. കോണാണെങ്കിൽ നീ അല്ലേ ബുദ്ധ്, എന്റെ പേര് കോൺ എന്നാണ്, ഞാൻ മോക്കിന്റെ ജൂനിയർ ആണ്, മോക്ക് പറഞ്ഞിട്ട് എവിടേക്ക് വന്നേന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബുദ്ധിനാണെങ്കിൽ മെസ്സേജ് വരുന്നുണ്ട് മോക്കിന്റെ അടുത്ത് നിന്ന്, എനിക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു മെസ്സേജ് എടുത്തിട്ട് നമ്മുടെ കോണിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ കോണിന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് നമ്മുടെ ബുദ്ധിന് കൊടുക്കാണ്. ബുദ്ധാന്നുണ്ടെങ്കിൽ ഓ മോക്ക് പറഞ്ഞിട്ടാണ് ഇത് തന്നത്, മോക്കിന് വരാൻ പറ്റാത്തതുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് അത് തന്നെ അവൻ പറഞ്ഞിട്ട് ഞാൻ തന്നത്, ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞിട്ട് ഇവൻ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കുറച്ചേരം ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ എന്താ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അവൻ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഫാങ്ങാന്നുണ്ടെങ്കിൽ ബുദ്ധ് നീ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ അവിടേക്ക് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ബുദ്ധിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധാന്നുണ്ടെങ്കിൽ നമ്മുടെ കോണിനെയും പിടിച്ചുകൊണ്ട് നേരെ റെസ്റ്റ് റൂമിന് അകത്തേക്ക് കയറുവാണ്. എനിക്കൊരു കാര്യം മനസ്സിലാകാത്തത്, ഒളിക്കണമെന്നുണ്ടെങ്കിൽ അവന് മാത്രം പോയിച്ചൊന്ന് ഒളിച്ചാൽ പോരെ, എന്തിനാണ് വെറുതെ കോണിനെയും കൂടി ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് വായും തപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കോണൊന്നും മിണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം, അതിനെന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കോണിന് അറിയില്ലല്ലോ ഫാങ്ങിനെ വിളിച്ചെടുക്കാണ് നമ്മുടെ ബുദ്ധന്ന്. പുറത്താണെങ്കിൽ ഫാങ് ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, റെസ്റ്റ് റൂമിനകത്ത് ആരെങ്കിലും ഉണ്ടോ, ഞാൻ എന്റെ സോൾമേറ്റിനെ തപ്പി ഇറങ്ങിയതാണ്, ഇതിനകത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും തിരക്കി ഇറങ്ങിയല്ലേ, നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാന്നൊക്കെ. നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ വേണ്ടടാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോണിനാന്നുണ്ടെങ്കിൽ കാര്യമൊന്നും അറിയാൻ വയ്യാത്തോണ്ട് തന്നെ അവനാന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ തന്നെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബുദ്ധിന് ദേഷ്യം വന്നിട്ട് കാലിനിട്ടൊരു ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ആന്നങ്ങ് അറിയാതെ വിളിച്ചു പോവാണ്. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഫാങ്ങാന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, വലിയ പ്രശ്നം ഉണ്ടോന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുമ്പോഴ് ബുദ്ധിനാന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാം, കോണിന് എന്തോ പറയണമെന്ന് അറിയത്തില്ല. ബുദ്ധാന്നുണ്ടെങ്കിൽ കോണിന്റെ അടുത്ത് നീ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് നന്നായിട്ട് തന്നെ വയറ് വേനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ പറയുന്നത് എന്താണോ അതേപോലെ തന്നെ നമ്മുടെ കോണും പറയുന്നുണ്ട്. ഫാങ്ങിന് എന്നാലും സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇത് ബുദ്ധല്ലാന്ന്. ഫാങ്ങാന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഓക്കെ, ഞാൻ റെസ്റ്റോറന്റ് ബാക്കിൽ പോയി നോക്കട്ടെ, ചിലപ്പോ എന്റെ സോൾമേറ്റ് അവിടെ കാണും, ഞാൻ എന്നാ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ബുദ്ധ് അവൻ ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഇവന്റെ ചെസ്റ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടക്കുവാണ്. ഇല്ല അവൻ ഇവിടുന്ന് പോയിട്ടില്ല, എനിക്കത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവന്റെ ഹാർട്ട് ബീറ്റ്സ് എനിക്ക് ഇവിടം വരെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ. നീ എന്തീ പറയുന്നത്, നീ കേൾക്കുന്നപ്പോ എന്റെ ഹാർട്ട് ബീറ്റ്സ് ആണ്, നീ എന്റെ ചെസ്റ്റുമേലെ ചാഞ്ഞു കിടക്കുന്നതൊക്കെ നമ്മുടെ കോൺ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബുദ്ധിന് ബോധം വരുന്നത്. അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് മാറുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ കോണിന്റെ അടുത്ത് സോറി ഒക്കെ ചോദിക്കുന്നുണ്ട്, കാലെങ്ങനെയുണ്ട് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട്. എനിക്ക് വേദനിക്കുന്നൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. അവൻ അവിടെ നിന്ന് പോയ പാടെ തന്നെ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ അവൻ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ഇല്ലേ അതെടുത്ത് തുറന്നു നോക്കുന്നുണ്ട്. അതൊരു ഓറഞ്ച് മാർക്കറാണ്. എന്താ വലിയൊരു നിധി കിട്ടിയ പോലെയാണ് നമ്മുടെ ബുദ്ധിന് അന്നേരം കാണാൻ. എന്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് മോക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ബുദ്ധും എമ്മിയും കൂടി ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ബുദ്ധു പറയുന്നത് അവൻ കോൺഫിഡൻസ് ആയിട്ടാണ് നമ്മുടെ കോണിനെ മീറ്റ് ചെയ്തതെന്നൊക്കെ. പക്ഷെ എമ്മിയാന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല, അതെങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യും, മോക്കിനറിയാം നീ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പൊ അവനാന്നുണ്ടെങ്കിൽ അത് കോണിന്റെ അടുത്ത് പറഞ്ഞു, കോണിന്റെ ഒരു ഗിഫ്റ്റും കൊടുത്തു വിട്ടു, അങ്ങനെ കോണ് നിന്നെ വന്ന് മീറ്റ് ചെയ്തു. അപ്പൊ അതെങ്ങനെയാണ് കോൺഫിഡൻസ് ആയിട്ടുള്ള മീറ്റിംഗ് ആവാന്നൊക്കെ. ഇതേക്കുന്ന ബുദ്ധാന്നുണ്ടെങ്കിൽ അയ്യോ അപ്പൊ പിന്നെ നീ പറഞ്ഞത് ശരിയാണല്ലോ, ഞാൻ കോൺഫിഡൻസ് ആയിട്ടല്ലല്ലോ മീറ്റ് ചെയ്ത്, ഇനിയിപ്പോ എന്തോ ചെയ്യുന്നൊക്കെ, നിനക്ക് സീരിയസ് ആയിട്ട് അവന്റെ മേലിൽ ലവ് ഉണ്ടോ എന്നൊക്കെ നമ്മുടെ എമ്മിയും ചോദിക്കുന്നുണ്ട്. സീരിയസ് ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ സീരിയസ് ആയിട്ടാണ് ലവ്, എന്തുകൊണ്ട് ഫാങ്ങിനെക്കാളും നല്ല ഒരാളല്ലേ അവനെന്നൊക്കെ. ഇതേക്കുന്ന എമ്മിയാന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ നീ വിശ്വസിക്കുന്നുണ്ടല്ലേ നിന്റെ അമ്മ പറഞ്ഞ കാര്യത്തിൽ എന്നൊക്കെ. ഇതേക്ക് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മ പറയുന്ന കാര്യത്തിലൊന്നും അത്രയ്ക്കൊന്നും വിശ്വാസമല്ല, പക്ഷെ ചില കാര്യങ്ങൾ അമ്മ പറയുന്നത് സത്യമായിട്ട് തന്നെ നടക്കാറുണ്ട്, അതേപോലെ തന്നെ അമ്മ പറഞ്ഞ
പറഞ്ഞിട്ടില്ലേ 5ാം നമ്പർ എനിക്കത് ബാഡ് ആയിട്ടുള്ള നമ്പർ ആണെന്ന്, അത് എപ്പോഴും അതേപോലെ തന്നെ നടക്കാറുണ്ട്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ കാര്യം ശരിയായിട്ടുള്ള കാര്യമായിരിക്കും എന്നൊക്കെ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിട്ട് നമ്മുടെ എമ്മി പറയുന്നുണ്ട്. ഇല്ല, ഞാൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല നമ്മുടെ ബുദ്ധും. അങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്ന ടൈമില് നമ്മുടെ ബുദ്ധിനാന്നുണ്ടെങ്കിൽ മോക്കിന്റെ അടുത്ത് മെസ്സേജ് വരുന്നുണ്ട്. ഇന്നലെ നിനക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്നും ഗിഫ്റ്റ് തരാം, നീ എവിടാന്നൊക്കെ ചോദിച്ചോണ്ട്. ഇത് കാണുന്ന ബുദ്ധാന്നുണ്ടെങ്കിൽ എന്തോന്ന് 2 ഗിഫ്റ്റ്, ഇതേക്കുന്ന എമ്മിയാന്നുണ്ടെങ്കിൽ നീ ഭാഗ്യവനാടാ, ഒരു ബർത്ത്ഡേക്ക് 2 ഗിഫ്റ്റ്, അത് ഒരാടെ അടുത്ത്. ഓക്കെ, ഞാനാന്നുണ്ടെങ്കിൽ മോക്കിന്റെ സിസ്റ്റർ ആവാതിരുന്ന നോക്കി, എനിക്കാന്നുണ്ടെങ്കിൽ നോർമലി ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് പോലും കിട്ടത്തില്ല, നിന്റെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞിരിക്കുമ്പോഴും നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ എമ്മി എടുത്ത് ചോദിക്കുന്നുണ്ട്. എമ്മി, എനിക്ക് എല്ലാരും ഗിഫ്റ്റ് തന്നു, നിന്റെ ഗിഫ്റ്റ് എന്തെന്നൊക്കെ ചോദിച്ചോണ്ട്. എമ്മിയാന്നുണ്ടെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ 2 ഗിഫ്റ്റ് കിട്ടിയില്ലേ, അതൊക്കെ തന്നെ പോരെ, നീയല്ലേ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുന്നത്, അതുകൊണ്ട് നീ എനിക്ക് ചില വേണം, പോച്ചെന്ന് നീ എനിക്കുള്ള ഡ്രിങ്ക് വാങ്ങിച്ചോണ്ട് തരാൻ വേണ്ടി പറയുന്നുണ്ട്. ഇദ്ദേഹം ബുദ്ധാന്നുണ്ടെങ്കിൽ ഓക്കെ വാങ്ങിച്ചോണ്ട് തരാന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് അവളുടെ മേടിച്ച് നിന്ന് അവളുടെ ക്യാഷ് എടുത്തോണ്ട് പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അവിടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺ വരുന്നുണ്ട്, കയ്യിലാന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് പാക്കറ്റും ഉണ്ട്. കോണിനെ കണ്ട പാടെ തന്നെ ബുദ്ധാന്നുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് കോൺ നിങ്ങളുടെ കാലം കണ്ടിട്ടെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ബുദ്ധ ഇങ്ങനെ ചോദിച്ച പാടെ തന്നെ കോണാന്നുണ്ടെങ്കിൽ നേരെ താഴ്ത്തിക്ക് ഇരിക്കുകയാണ്. അയ്യോ, എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കുമെന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ഇവൻ അങ്ങനെ താങ്ങി എഴുന്നേപ്പിക്കുന്നുണ്ട്. എഴുന്നേപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇവിടെ ഇരിക്കണോന്നൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചല്ലേ എന്നൊക്കെ നമ്മുടെ കോൺ പറയുന്നുണ്ട്. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ ബുദ്ധും പറയുന്നുണ്ട്. എന്നിട്ട് ഇവന്റെ കയ്യിലുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതാന്നുണ്ടെങ്കിൽ മോക്ക് തന്നുവിട്ടെയാണ്, മോക്കാന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ സൈറ്റ് കാണാൻ വേണ്ടി പോയേക്കാണ്, അതുകൊണ്ടാണ് ഇത് എന്നെ ഏൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞുണ്ട്. നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ സംശയത്തോടു കൂടി തന്നെ ആ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഓക്കെ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മനസ്സില്ല മനസ്സോടെയൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പരസ്പരം പിരിയുന്നുണ്ട്. നമ്മുടെ കോൺ അവിടെ നിന്ന് പോയ പാടെ തന്നെ ബുദ്ധാന്നുണ്ടെങ്കിൽ എമ്മി എടുത്ത്, എമ്മി നീ ഇത് കണ്ടോ, ഇതാണ് കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്തെന്ന് പറയുന്നത്, കണ്ടില്ലേ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ അങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതേക്കും നമ്മുടെ എമ്മിയാന്നുണ്ടെങ്കിൽ എന്തോന്ന് കോൺഫിഡൻസ്, മോക്ക് അവന്റെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിട്ട്, അങ്ങനെ അവന് നിന്നെ തിരക്കി ഇവിടേക്ക് വന്ന് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മീറ്റ് ചെയ്ത്, അല്ലാതെ ഇത് എങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന പറയാന്നൊക്കെ. ഇതേക്കുന്ന ബുദ്ധിനെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ആരാ പറഞ്ഞത് കോൺഫിഡൻസ് അല്ലാന്ന്, ഇത് കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ കടന്ന് വാദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ എമ്മിയാന്നുണ്ടെങ്കിൽ ഇല്ല, അത് അങ്ങനെയല്ല, കോൺഫിഡൻസ് ആയിട്ട് എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാന്നൊക്കെ. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സ്റ്റഡി ഹാളിലേക്ക് വരികയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ കോണും മോക്കും അവരുടെ ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്. കോണാന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് ബുദ്ധിനെ എമ്മിയെ. അങ്ങനെ ബുദ്ധാന്നുണ്ടെങ്കിൽ എമ്മി എടുത്ത് പറയുന്നുണ്ട്, എമ്മി നോക്കി ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കോൺഫിഡൻസ് ആയിട്ടല്ലേ മീറ്റ് ചെയ്തേ, ആദ്യം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കോൺഫിഡൻസ് ആയിട്ടാണ് മീറ്റ് ചെയ്തതെന്ന്. മോക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടേക്ക് എപ്പോഴും കോൺ വരാറുണ്ട്, അതേപോലെ തന്നെ നിനക്കും ആ കാര്യം അറിയാവുന്നില്ലേ, അങ്ങനെയല്ലേ നീ ഇവിടേക്ക് വന്നത്, അപ്പൊ പിന്നെ എങ്ങനെയാണ് പരസ്പരം കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്തെന്ന് പറയുന്നതൊക്കെ. ഇതേക്ക് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത്, ഇല്ല ഇത് കോൺഫിഡൻസ് തന്നെയാണെന്ന്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് ഇവര് തമ്മിൽ തർക്കം നടക്കുന്നുണ്ട്. ഇവര് കുറച്ച് ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കോൺ ശ്രദ്ധിക്കുന്നുണ്ട്. കോണാന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ബുദ്ധ തിരിഞ്ഞു നോക്കുമ്പോൾ കോണാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുന്ന രീതി ഇരിക്കുകയാണ്. ഇത് കാണുന്ന ബുദ്ധാന്നുണ്ടെങ്കിലോ അപ്പൊ പിന്നെ അങ്ങനത്തെ വല്ലതും കാര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് നടന്നു പോവാണ്. ഇവരവിടെ നിന്ന് പോകുന്ന കാണുമ്പോഴും നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ കണ്ണെടുക്കാതെ തന്നെ നമ്മുടെ ബുദ്ധിനെ തന്നെ നോക്കി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. തൊട്ട് ഫ്രണ്ടിക്കുന്ന മൂക്കിനാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കത്തുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ തട്ടി തട്ടി വിളിക്കുമ്പോഴാണ് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ കോൺഷ്യസ് വരുന്നത്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം കോണും അവന്റെ ഫ്രണ്ട്സ് കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ താഴത്തിരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബുദ്ധിനെ കണ്ടപാടെ തന്നെ അവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ബുദ്ധിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. മോക്കാണെങ്കിൽ മൈക്രോ മൂവീസ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ കോണും ബുദ്ധൊക്കെ അവനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ബുദ്ധിന്റെ അടുത്തേക്ക് കോൺ വന്നിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റ്, പാടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബുദ്ധിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ കുറച്ച് പാടുണ്ട്, ഈ ഡയലോഗ്സ് ഭയങ്കര ലെങ്തി ആയിട്ട് പോകുന്ന ഡയലോഗ്സ് ആണ്, എന്നെ കൊണ്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോഴാണ് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് ഇവന്റെ കയ്യിലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓറഞ്ച് കളർ മാർക്കർ ഇരിപ്പുണ്ട്. നിനക്കെന്താ ഈ ഓറഞ്ച് കളർ മാർക്കർ ഒരുപാട് ഇഷ്ടമാണോ എന്നൊക്കെ നമ്മുടെ കോൺ ചോദിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണെന്ന് നമ്മുടെ ബുദ്ധി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ എന്തോ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ബുദ്ധിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അന്ന് ആ ഒരു റെസ്റ്റോറന്റ് വെച്ച് നമ്മളൊരു പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പയ്യൻ ആരാന്നൊക്കെ. ഇദ്ദേഹം നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഒന്നും മടിക്കുന്നുണ്ട്. ഇവരിങ്ങനെ മടിക്കുന്ന കാണുമ്പോൾ എന്ത് പറ്റി, അവൻ നിന്നെ ഉപദ്രവിച്ചോ എന്നൊക്കെ നമ്മുടെ കോൺ ചോദിക്കുവാണ്. ഇല്ലില്ല, അവൻ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ നിന്റെ പുറകെ നടക്കാണല്ലോ എന്നൊക്കെ. അത് തന്നെയാണ് കാര്യം, പക്ഷെ അവൻ എന്നെ ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, എന്റെ പുറകെ നടന്നേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ചിരിച്ചോണ്ട് കുനിഞ്ഞിരിക്കുകയാണ്. നീ എന്തിനിങ്ങനെ ചിരിച്ചോണ്ട് കുനിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ കോൺ ചോദിക്കുമ്പോൾ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഈ അമ്മയല്ല, ഫോർച്യൂൺ ടെല്ലർ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ 3 പ്രാവശ്യം ഒരാളെ കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അയാൾ എന്റെ സോൾമേറ്റ് ആവുമെന്നൊക്കെ. ഇതേക്കുന്ന കോണ് അപ്പൊ പിന്നെ അതുകൊണ്ടാണല്ലേ ആ ഒരു പയ്യന്റെ അടുത്ത് നീ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നേന്ന്. അത് തന്നെയായിരുന്നു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ഞാൻ ഒരുപാട് സംസാരിച്ചെന്ന് തോന്നുന്നു, ഞാൻ ആകെപ്പാട് ഷൈ ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബുദ്ധാന്നുള്ളിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ കോണാന്നുണ്ടെങ്കിലും ബുദ്ധിനെ തന്നെ നോക്കി ഇരുന്നങ്ങ് ചിരിക്കുകയാണ്. നീ എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നത് നമ്മുടെ കോണിന്റെ അടുത്ത് ബുദ്ധി ചോദിക്കുമ്പോഴേ കോണാന്നുണ്ടെങ്കിൽ ഇല്ല നിന്റെ സംസാരം കേട്ടോണ്ട് ചിരിച്ചെന്നൊക്കെ. അങ്ങനെ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഷൈ ആയിട്ടിരിക്കുകയാണ്. കോണാന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്ന നമ്മുടെ ബുദ്ധിനെ എമ്മിയാണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോണിനെ പറ്റിയിട്ടാണ്, കോണുമായിട്ട് എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് മീറ്റ് ചെയ്യാന്നൊക്കെ. ഇത് നമ്മുടെ എമ്മി എടുത്ത് ചോദിക്കുമ്പോഴേ എമ്മിയാന്നുണ്ടെങ്കിൽ അതിനൊട്ടും തന്നെ ചാൻസ് ഇല്ല, അവനോട്ട് എങ്ങനെയാണ് കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യേണ്ടത്, അവൻ വേറെ കാറ്റഗറി പെട്ട ആളല്ലേ എന്നൊക്കെ. അതിന് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ അവനുമായിട്ട് അങ്ങനെ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പിന്നെ ഫാങ്ങുമായിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ സോൾമേറ്റ് ആവും, അതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. അന്നേരം നമ്മുടെ എമ്മിയാന്നുണ്ടെങ്കിൽ പക്ഷെ നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് സത്യം, അത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ബുദ്ധിനാന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ
ഐഡിയ തോന്നുന്നുണ്ട്, എമി നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ ഒരു സീന് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോഴേ ഞാനും കോണും കൂടി കോൺസിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ 3 തവണ കോൺസിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ സോൾമേറ്റ് ആവത്തില്ല എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഓക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബുദ്ധിനാന്നുണ്ടെങ്കിൽ ഓർമ്മ വരുന്നത്, അയ്യോ ഇന്ന് റെന്റ് കൊടുക്കേണ്ട ദിവസമല്ലേ, ഇനിയിപ്പോ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിന് നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ നിനക്ക് റെന്റ് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ, നീ കണ്ണടച്ചിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കാണ്. ഇവളാന്നുണ്ടെങ്കിൽ അവന് റെന്റ് കൊടുക്കാനുള്ള ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാണ്. നിനക്ക് അവിടെ നിന്ന് ഇത്രയധികം ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മുടെ ബുദ്ധി വയ്ക്കുമ്പോൾ, അതോ ഫാങ്ങാന്നുണ്ടെങ്കിൽ നിന്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ക്യാഷ് ആണിത്, എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലേ, ഞാൻ എവിടുത്തെ ഫ്രണ്ട് ആണെന്നൊക്കെ ചോദിച്ചുണ്ട്. എമിയും ബുദ്ധും കൂടി ഓവറായിട്ട് അങ്ങ് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ എമിയാന്നുണ്ടെങ്കിലും ബുദ്ധിന്റെ അടുത്ത്, ബുദ്ധ് എപ്പോഴും ഇങ്ങനെ എനിക്ക് ഇങ്ങനെ റെന്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഡോമിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് റെന്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ലല്ലോ എന്നൊക്കെ. ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ. ആ ഒരു ടൈമിൽ നമ്മുടെ എമിയുടെ ഫോണിൽ നമ്മുടെ ബുദ്ധിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഇതാ നോക്കി നിന്റെ അമ്മയാണ് വിളിക്കുന്നത്, ഞാൻ ഇത് എടുക്കണോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇനി എടുക്കെന്ന് പറഞ്ഞിട്ട് ബുദ്ധാന്നുണ്ടെങ്കിൽ ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവനാന്നുണ്ടെങ്കിൽ അയ്യോ അമ്മ എന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് അമ്മയാന്നുണ്ടെങ്കിൽ ജ്യോതിഷം പറയുന്ന ആളല്ലേ, അങ്ങനെ ആ ഡ്രസ്സിൽ ഇരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് തന്നെ അതേമാതിരി ഡ്രസ്സ് ഇട്ടോണ്ട് നമ്മുടെ ബുദ്ധു ഇരിപ്പുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് അമ്മ എന്ന് നോക്കി നമ്മുടെ കൈക്കാന്നുണ്ടെങ്കിൽ ഫ്രാക്ചർ ആയി, എന്നിട്ട് പോലും ഒന്ന് അടങ്ങിയിരുന്നൂടെ എന്നൊക്കെ. അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട്, നീ എന്തോടെ പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലയന്റ് വരും, അപ്പൊ അവരുടെ കാര്യത്തിൽ ഞാൻ എന്തോ ചെയ്യുന്നൊക്കെ, അതിന് വേണ്ടിയിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ ഒരുക്കി ഇരുത്തിയേക്കുന്നൊക്കെ ഇവൻ ചോദിക്കുമ്പോൾ, അതോ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇരുത്തിയേക്കുന്നത്, എന്റെ കൈ കണ്ടില്ല, എന്റെ കൈ ഒടിഞ്ഞിരിക്കുക, അപ്പൊ പിന്നെ നിനക്കൊരു ബഹുമാനം തന്നോടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലയന്റ് വരുന്നുണ്ട്. ആ ഒരു ക്ലയന്റ് വേറെ ആരുമല്ല, നമ്മുടെ കോണാണ്. കോണെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഹായ് കോൺ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. കോണാന്നുണ്ടെങ്കിൽ ഹായ് ബുദ്ധ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ബുദ്ധിന് മനസ്സിലാവുന്നത് അയ്യോ ഇവൻ ഏത് കോലത്തിലാണ് നമ്മളെ കണ്ടേന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഇവൻ ടെൻഷൻ അടിച്ചിട്ട് വിളിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഈ കാര്യങ്ങളെല്ലാം എമ്മി എടുത്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. എമ്മി ഞാൻ ഇനി എന്തോ ചെയ്യും, കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യണമെന്ന് ഞാൻ കരുതിയാണ്, പക്ഷെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ആവുന്ന ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ. അപ്പൊ നമ്മുടെ എമ്മിയാന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, അതൊന്നും കുഴപ്പമില്ല, ആ ഒരു കോസ്റ്റ്യൂമിൽ നിന്നെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതൊക്കെ, നീ എന്തൊക്കെയാ പറയുന്നത്, ആ ഒരു കോസ്റ്റ്യൂമോ അത് കൊള്ളാത്തൊരു കോസ്റ്റ്യൂം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ആകെപ്പാട് വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് ഒരുമാതിരി എംബാരസിംഗ് ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ എമ്മിയാന്നുണ്ടെങ്കിൽ ഇതാ നോക്കി ആരാ വരുന്നതെന്ന്, മോക്കും കോണും കൂടി വരുന്നുണ്ടെന്ന് പറയാണ്. ഇവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കോണിനെ കാണുവാണ്. കോണിനെ കണ്ട പാടെ തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി ഓടുന്നുണ്ട്. കോണിനും മോക്കിനും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, ഇവൻ എന്തിനാണ് ഇറങ്ങി ഓടുന്നുള്ള മട്ടി നിൽക്കാണ്ട് രണ്ടുപേരും കൂടി. പെട്ടെന്ന് തന്നെ എമ്മിയാന്നുണ്ടെങ്കിൽ അവനാന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോയതാ അത്യാവശ്യം, അതുകൊണ്ട് ഓടിപ്പോയെന്നൊക്കെ. അങ്ങനെ ഇവരാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതാന്നുണ്ടെങ്കിൽ ഒരു ബെഞ്ചിന്റെ താഴെ പോയിച്ചൊന്ന് ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. തൊട്ട് പുറകെ കൂടെ തന്നെ നമ്മുടെ കോൺ വരുന്നുണ്ട്. നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ബുദ്ധ പറയുന്നുണ്ട് ഞാൻ ആകപ്പാട് ഷൈ ആയി, അതുകൊണ്ട് അങ്ങനെ ഓടിപ്പോയെന്നൊക്കെ. നീ ഷൈ ആയെന്നോ, എന്തിനാ നീ ഷൈ ആവുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കോണാന്നുണ്ടെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഓ ഇന്നലെ നടന്ന സംഭവല്ലേ, അതുകൊണ്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കോണാന്നുണ്ടെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇന്നലെ എന്താ നടന്നേന്ന്. നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ച വെച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവന് ഓടിപ്പോകുന്ന കാണുമ്പോൾ കോണാന്നുണ്ടെങ്കിലും ബുദ്ധിന്റെ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അസിസ്റ്റന്റ് എന്തിനാ ഓടിപ്പോയെന്നൊക്കെ. ഓ അതാണോ, അതെന്റെ മകനാണ്, അവനെ എപ്പോ നോക്കിയാൽ ഇങ്ങനെ പിടിഭാഷക്കാരനാണെന്നൊക്കെ. എന്തോന്ന് നിങ്ങളുടെ മകനാണെന്നോ, എന്റെ ബയോളജിക്ക് മകനാണ്, നിനക്കത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ ഇവിടെ വന്നത് എന്തിനാന്ന് എനിക്കറിയാം, നീ എന്നിട്ട് ഒരു സ്വപ്നം കാണുന്നുണ്ട് അതുകൊണ്ടല്ലേ എന്നൊക്കെ. ഇതിരിക്കുന്ന കോണാന്നുണ്ടെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ട് അത് തന്നെയാണ് കാര്യം എന്നൊക്കെ. ഓ അപ്പൊ പിന്നെ നീ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, ഉള്ള കാര്യം മര്യാദയ്ക്ക് പറഞ്ഞൂടെ, ഓൾറെഡി എന്റെ മകനെ കൊണ്ട് ഞാൻ തലവേദന പിടിച്ചിരിക്കുകയാണ്, അപ്പോഴാണ് നീയും കൂടി എന്നൊക്കെ. അയ്യോ ഞാൻ തലവേദന പിടിപ്പിക്കാൻ വേണ്ടി വന്നേന്നുമല്ല, ഞാൻ എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ട്, ആ ഒരു സ്വപ്നത്തിൽ കണ്ട ആളെ ഞാൻ ഈ ഇടയ്ക്കും കണ്ട്, പക്ഷെ ഞാൻ അവനെ മുമ്പൊരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു സ്വപ്നത്തിൽ മാത്രമാണ് ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചോണ്ട്. ഇതിയൊക്കെ നമ്മുടെ ബുദ്ധിന്റെ അമ്മയാന്നുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഒരുമിക്കാനും പോകുന്നില്ല എന്നൊക്കെ. അപ്പൊ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പയ്യനെ സ്വപ്നത്തിൽ കാണുന്നുണ്ടെന്നൊക്കെ, ആ ഒരു പയ്യനെ കാണാൻ എന്റെ മോനെ പോലെ ഇല്ലേ എന്നൊക്കെ ബുദ്ധിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണെന്ന് നമ്മുടെ കോണും. എന്നാ പിന്നെ നീ ഓർത്ത് വെച്ചോ, അതൊരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല, നമ്മൾ ഒരാളെ 3 പ്രാവശ്യം കോൺഫിഡൻസ് ആയിട്ട് മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കോണാന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ സോൾമേറ്റ് ആവും, അതല്ലേ എന്നൊക്കെ. ഇതേക്കുന്ന അമ്മയാന്നുണ്ടെങ്കിൽ ആകെപ്പാട് സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു മൊമെന്റ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പൊ ഓക്കെ ബേബ്സ്, ടാറ്റാ ബൈ ബൈ.